ഇന്ത്യയിൽ ജോലിക്കാർക്കായി ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് സംവിധാനം വരാനിരിക്കുന്നു. സാലറി വന്നാൽ ആദ്യം ചെലവല്ല, ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നടക്കുക. സാലറി വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാലം മാറാൻ പോകുന്നു എന്ന് ചുരുക്കം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. EPF കട്ട് ചെയ്യുന്നത് പോലെ, NPF ഡിഡക്ഷൻ നടക്കുന്നത് പോലെ ഇനി മ്യൂച്വൽ ഫണ്ട് SIPയും നേരിട്ട് സാലറിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാനുള്ള ഒരു പുതിയ സംവിധാനമാണ് സെബി ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ പേരാണ് പേറോൾ ലിങ്ക്ഡ് SIP. ഇത് കേട്ടപ്പോൾ പലരും ചിന്തിക്കുന്നത്, ഇനി സർക്കാർ നിർബന്ധമായി മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമോ? അങ്ങനെയല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സംവിധാനം പൂർണ്ണമായും വളണ്ടറി ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതായത് ജീവനക്കാരൻ സമ്മതിച്ചാൽ മാത്രമേ സാലറിയിൽ നിന്ന് SIP എമൗണ്ട് ഡിഡക്ട് ചെയ്യുള്ളൂ എന്ന് സാരം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്നാണ്. സെബി എന്തിനാണ് ഇത്തരമൊരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം. പല ആളുകളും എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങും. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? സാലറി വന്ന ദിവസവും ചെലവുകൾ, EMI, ഓൺലൈൻ ഷോപ്പിംഗ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്, ഇങ്ങനെ പോകുമ്പോൾ SIP അടയ്ക്കാൻ എമൗണ്ട് ബാലൻസ് ഇല്ലാതെയാവും. അങ്ങനെ SIP ബൗൺസ് ആവും. അല്ലെങ്കിൽ ഈ മാസം ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് മാറ്റിവെക്കും. ഇതിനെയാണ് സെബി ബിഹേവിയറൽ ലീക്കേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് പണം നിക്ഷേപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശമ്പളം കയ്യിൽ എത്തിയതിനു ശേഷം ആളുകൾ അത് മാറ്റിവെക്കുന്നു. അത് തടയാനാണ് ഈ പേറോൾ SIP സംവിധാനം കൊണ്ടുവരുന്നത്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു മാസം 5000 രൂപ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സാലറി ക്രെഡിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ആ 5000 നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. ശേഷിക്കുന്ന തുക മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇവിടെ നല്ലൊരു കാര്യമുണ്ട്. ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും നിങ്ങളാണ്. എംപ്ലോയറിന് അതിൽ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. പക്ഷേ ഇതിനൊരു അപകട സാധ്യതയുമുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡേ അല്ല. മാർക്കറ്റ് താഴേക്ക് പോയാൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവും കുറയാൻ സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോ ഒരു പ്രപ്പോസൽ സ്റ്റേജിൽ മാത്രമാണ് നിൽക്കുന്നത്. സെബി കൺസൾട്ടേഷൻ പേപ്പർ പുറത്തിറക്കി പൊതുജന അഭിപ്രായം തേടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇത് ഫൈനൽ റൂളായി മാറാൻ ഇനിയും സമയമെടുക്കും എന്ന് സാരം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ സാലറി ഏൺ ചെയ്യുന്ന ആളുകളെ കൂടുതൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. സോ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിർബന്ധമായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.